ഓക്കെ, ഇപ്പം നമ്മൾ ഇന്നലെ ടെസ്റ്റ് കൺവേർജൻസ് ടെസ്റ്റിൽ ഇന്നലെ 2 മെത്തേഡ് നമ്മൾ പഠിച്ചു. കമ്പാരിസൺ ടെസ്റ്റും അതുപോലെ തന്നെ റേഷ്യോ ടെസ്റ്റും അല്ലേ. കമ്പാരിസൺ ടെസ്റ്റും റേഷ്യോ ടെസ്റ്റും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ശ്രദ്ധിക്കുക, കമ്പാരിസൺ ടെസ്റ്റ് എപ്പോഴും അപ്ലൈ ചെയ്ത് നമ്മൾ എന്നിൻ്റെ ടേമിനെ ഔട്ട് സൈഡ് എടുക്കാൻ പറ്റുന്ന ടേം അല്ലേ. ഔട്ട് സൈഡ് എടുത്തിട്ട് നമുക്ക് വി എൻ എന്ന് പറഞ്ഞ ഒരു വാല്യൂവിനെ കണ്ടുപിടിക്കാൻ പറ്റും. ഒരു വി എൻ എന്ന് പറഞ്ഞാൽ പുതിയൊരു സീരീസിനെ കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ് കമ്പാരിസൺ ടെസ്റ്റിൽ ചെയ്തത്. ഓക്കെ, അടുത്തത് റേഷ്യോ ടെസ്റ്റിൽ എപ്പോഴാണ് ഫാക്ടോറിയൽ എൻ ഫാക്ടോറിയലൊക്കെ വരുമ്പോഴാണ് നമ്മൾ റേഷ്യോ ടെസ്റ്റ് ചെയ്തത് അല്ലേ. ഇന്നലെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു കമ്പാരിസൺ ടെസ്റ്റും റേഷ്യോ ടെസ്റ്റും. നമ്മുടെ സിലബസിലുള്ള അടുത്ത ടെസ്റ്റാണ് റൂട്ട് ടെസ്റ്റ്. കോഷി റൂട്ട് ടെസ്റ്റ് എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ റൂട്ട് ടെസ്റ്റ്. റൂട്ട് ടെസ്റ്റ് പറയുന്നത് എന്താണെന്നറിയോ? സ്റ്റേറ്റ്മെൻ്റ് എന്ന് എഴുതാണ്. ഏത് സ്റ്റേറ്റ്മെൻ്റ് എഴുതാം? ലെറ്റ് സിഗ്മ യു കെ, സിഗ്മ യു കെ എന്ന് പറഞ്ഞാൽ യു എൻ അല്ല, എന്തായാലും കുഴപ്പമില്ല. സിഗ്മ യു കെ ബി എ സീരീസ് ഓഫ് വിത്ത് പോസിറ്റീവ് ടേംസ്. ഈ സീരീസ് വിത്ത് പോസിറ്റീവ് ടേംസ്. ആ സീരീസിനൊരു പ്രത്യേകത ഉണ്ട്. എപ്പോഴും നമ്മൾ റൂട്ട് ടെസ്റ്റ് യൂസ് ചെയ്യുന്നത് എന്തെങ്കിലും റേസ്റ്റ്, ഇപ്പോൾ എൻ റേസ് ടു കെ അല്ലെങ്കിൽ എൻ റേസ് ടു എൻ അല്ലെങ്കിൽ 1 + k റേസ് ടു കെ, അങ്ങനെ ഹോൾ റേസ് ടൂല് കെ വരുന്ന ടേമുകൾക്കാണ് ഈ റൂട്ട് ടെസ്റ്റ് അപ്ലൈ ചെയ്യുക. ഫാക്ടോറിയലൊന്നും വന്നാൽ റൂട്ട് ടെസ്റ്റ് അപ്ലൈ നമുക്ക് പറ്റില്ല. ഓക്കെ, റേസ് ടൂല് കെ വരുന്ന ടേമിനാണ് കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നത്, ഈ റൂട്ട് ടെസ്റ്റ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ റൂട്ട് ടെസ്റ്റ് നമുക്ക് കണ്ടാൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. റേസ് ടൂല് കെ ആയിരിക്കും കൂടുതൽ വരിക. അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്നത് മറ്റേ പോലെ തന്നെ റോ എന്ന് പറഞ്ഞൊരു ലിമിറ്റ് കണ്ടുപിടിക്കുകയാണ്. അതായത് ലിമിറ്റ് k ടെൻസ് ടു ഇൻഫിനിറ്റി യു കെ. നമ്മുടെ ആ സീരീസിലെ യു കെ ആണെങ്കിൽ യു കെ, യു എൻ ആണെങ്കിൽ യു എൻ, അതിന് ഹോൾ റേസ് ടൂല് എന്ത് കൊടുക്കുകയാണ്? 1/k എന്ന് കൊടുക്കുകയാണ്. എന്താണ്? ലിമിറ്റ് k ടെൻസ് ടു ഇൻഫിനിറ്റി യു കെ റേസ് ടു 1/k കണ്ടുപിടിക്കുകയാണ്. അല്ലെങ്കിൽ ഈ ഹോൾ റേസ് ടു 1/k എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് kth റൂട്ട് എന്നാണ്. ഹോൾ റേസ് ടു 1/2 വരുമ്പോൾ സ്ക്വയർ റൂട്ട്, ഹോൾ റേസ് ടു 1/3 വരുമ്പോൾ ക്യൂബ് റൂട്ട്. അങ്ങനെ വേറൊരു നൊട്ടേഷൻ ഉണ്ട്, നമുക്കത് വേണ്ട. ലിമിറ്റ് k ടെൻസ് ടു ഇൻഫിനിറ്റി kth റൂട്ട് ഓഫ് യു കെ. kth റൂട്ട് എന്നാ പറയാ, അത് വേണ്ട, അത് പഠിക്കാൻ നിൽക്കണ്ട. യു കെ റേസ് ടു 1/k എന്ന് പഠിച്ചാൽ മതി. അപ്പോൾ നമ്മൾ യു കെ റേസ് ടു 1/k കണ്ടുപിടിക്കുന്നു. ഓക്കെ, ആ കണ്ടുപിടിച്ച വാല്യൂ ശ്രദ്ധിക്കുന്ന, നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. ആ കണ്ടുപിടിച്ച റോയുടെ വാല്യൂ <1 വരികയാണെങ്കിൽ അതെന്താണ്? കൺവേർജൻ്റ് ആണ്. റോയുടെ വാല്യൂ <1 ആണ് വരണമെങ്കിൽ ഡൈവേർജൻ്റ് ആണ്. റോയുടെ വാല്യൂ =1 വരുമ്പോൾ ആ ടെസ്റ്റ് ഫെയിൽ കേട്ടോ. ഓക്കെ, ടെസ്റ്റ് എന്തായി മാറും? ടെസ്റ്റ് ഫെയിലായി മാറും. നമുക്ക് ഈ ഒരു ടെസ്റ്റ് കൊണ്ട് യാതൊരു റിസൾട്ടും കിട്ടില്ല. ഓക്കെ, മനസ്സിലായോ? ചെയ്തതുപോലെ തന്നെയാണ് റേഷ്യോ ടെസ്റ്റിൽ മറ്റേതൊക്കെ പറഞ്ഞതുപോലെയാണ്. റോയുടെ വാല്യൂ <1 വരുമ്പോൾ കൺവേർജൻ്റ്, റോയുടെ വാല്യൂ <1 വരുമ്പോൾ ഡൈവേർജൻ്റ്. ഓക്കെ ആണോ? ഓക്കെ ആണോടാ? അത് ഞാനൊരു എക്സാമ്പിൾ വെച്ച് കഴിഞ്ഞാൽ മനസ്സിലാവുക. യു കെ റേസ് ടു 1/k എടുക്കുക. അതായത് ഹോൾ റേസ് ടു കെ വരുന്ന ടേമിനാണ് നമ്മൾ ഈ റൂട്ട് ടെസ്റ്റ് അപ്ലൈ ചെയ്യുക. ഹോൾ റേസ് ടു കെ വരുമ്പോൾ, അപ്പോൾ ഹോൾ റേസ് ടു കെനെ കളയാൻ വേണ്ടിയിട്ടാണ് ഹോൾ റേസ് ടു 1/k എടുക്കുന്നത്. യു കെ റേസ് ടു 1/k എടുത്തു കഴിഞ്ഞാൽ ഹോൾ റേസ് ടു കെ ക്യാൻസൽ ആയി പോകും. ഓക്കെ, അപ്പോൾ ഹോൾ റേസ് ടു k/k ഫാക്ടോറിയൽ വരുമ്പോൾ റേഷ്യോ ടെസ്റ്റ് ആണ്. ഫാക്ടോറിയൽ വരുമ്പോൾ പറ്റില്ലേ, ഹോൾ റേസ് ടു കെ എന്ന് വരുമ്പോൾ മാത്രമേ ഇത് പറ്റുള്ളൂ കേട്ടോ. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ എഴുതാം, ഒരു എക്സാമ്പിൾ നോക്കി ചെയ്താൽ ക്ലിയർ ആവും. എക്സാമ്പിളാണ് നമ്മുടെ കാൽക്കുലസിൻ്റെ ടെക്സ്റ്റ് ബുക്കിലുള്ള എക്സാമ്പിളാണ്. എഴുതാം. ടെസ്റ്റ് ദി കൺവേർജൻസ് ഓഫ് ദി സീരീസ് സിഗ്മ അത് k = 2 to infinity എന്നാണ് പറഞ്ഞേക്കണേ. 2 to infinity 4k - 5 by 2k + 1 whole raised to k. Test the convergence of the series
4k minus 5 by 2k plus 1 whole raised to k. ഓക്കെ ആണോ? അപ്പം നമ്മൾ മനസ്സിലായില്ലേ ഇത് എന്തുകൊണ്ടാണ് ഞാൻ ഇതിൽ റൂട്ട് ടെസ്റ്റ് അപ്ലൈ ചെയ്യുന്നത്? ഹോൾ റേസ് ടു കെ വന്നു കണ്ടോ. അങ്ങനെ ക്വസ്റ്റ്യൻ മണ്ട മനസ്സിലാക്കണേ. ഹോൾ റേസ് ടു കെ വരുമ്പോഴാണ് നമ്മൾ റൂട്ട് ടെസ്റ്റ് അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ ഓക്കെ അപ്പം നമ്മൾ എടുക്കുകയാണ് റോ ഈക്വൽ ടു കണ്ടുപിടിക്കുകയാണ്. ലിമിറ്റ് കെ ടെൻസ് ടു ഇൻഫിനിറ്റി യു കെ റേസ് ടു 1/k ഈക്വൽ ടു ലിമിറ്റ് കെ ടെൻസ് ടു ഇൻഫിനിറ്റി യു കെ എന്താണ് 4k മൈനസ് 5 ബൈ 2k പ്ലസ് 1 ഹോൾ റേസ് ടു കെ ആണ് യു കെ. അതിൻ്റെയും റേസ് ടു എന്താണ്? അതിൻ്റെയും റേസ് ടു എന്ത് ചെയ്യാൻ നമ്മൾ 1/k കണ്ടുപിടിച്ചു. മനസ്സിലായോ? അപ്പോൾ ആ കെ ക്യാൻസലായി 1/k കെയും മനസ്സിലായി. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇൻറ്റു ആണ് വരിക. അപ്പോൾ രണ്ടും കെൻ്റെ 1/k എന്ന് വരിക. അത് ക്യാൻസലായി പോയി. ബാക്കി വന്നത് എന്താണ്? ലിമിറ്റ് കെ ടെൻസ് ടു ഇൻഫിനിറ്റി ഈ ഒരു ടേം ആണ് അല്ലേ. ഇൻഫിനിറ്റി ലിമിറ്റ് കൊടുക്കുമ്പോൾ ഞാൻ എപ്പോഴും പറഞ്ഞ ഓർമ്മയുണ്ടോ? ഇൻഫിനിറ്റി ലിമിറ്റ് എടുക്കുമ്പോൾ കെയുടെ ടേമിന് ഔട്ട് സൈഡ് എടുക്കണം. അപ്പോൾ കെ ഇൻറ്റു 4 മൈനസ് 5/k ബൈ താഴത്തുനിന്ന് കെനെ ഔട്ട് സൈഡ് എടുക്കുക 2 പ്ലസ് 1/k കെ ക്യാൻസൽ ചെയ്തു. ഇനി ഇൻഫിനിറ്റി ലിമിറ്റ് ഇട്ട് കൊടുക്കാം. അപ്പോൾ എന്താ വരിക? 4 മൈനസ് 5 ബൈ ഇൻഫിനിറ്റി ബൈ 2 പ്ലസ് 1 ബൈ ഇൻഫിനിറ്റി 4 മൈനസ് 0 ബൈ 2 പ്ലസ് 0 ഈക്വൽ ടു 4/2 ഈക്വൽ ടു 2. ഓക്കെ ആണോ? റോയുടെ വാല്യൂ 2 എന്ന് കിട്ടി. അത് ഗ്രേറ്റർ ദാൻ 1 അല്ലേ. therefore സീരീസ് ഈസ് എന്താണ്? ഡൈവേർജന്റ്. ഗ്രേറ്റർ ദാൻ 1 വരുമ്പോൾ സീരീസ് എന്താണ്? ഡൈവേർജന്റ്. ഓക്കെ മനസ്സിലാവുന്നു. അപ്പോൾ നമ്മൾ ചെയ്തത് എന്താണ്? റൂട്ട് ടെസ്റ്റ് എപ്പോഴാണ് അപ്ലൈ ചെയ്യുക? ഹോൾ റേസ് ടു കെ എന്ന് വരുന്നത്. ഇപ്പോൾ ശ്രദ്ധിക്കുക, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ട് നമ്മൾ ചെയ്തതാണ് കെ റേസ് ടു കെ ബൈ കെ ഫാക്ടോറിയൽ. അപ്പോൾ അടിയിൽ കെ ഫാക്ടോറിയൽ ആ ഒരു ടേമിന് റൂട്ട് ടെസ്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റില്ല കേട്ടോ. അതിന് റേഷ്യോ ടെസ്റ്റ് തന്നെ വേണം. ഫാക്ടോറിയൽ വരുമ്പോൾ റേഷ്യോ ടെസ്റ്റ് തന്നെ വേണം. കെ റേസ് ടു കെ മാത്രമാണെങ്കിലേ നമുക്കിത് പറ്റുള്ളൂ കേട്ടോ. ഓക്കെ, അങ്ങനെയുള്ള പ്രോബ്ലത്തിലാണ് റൂട്ട് ടെസ്റ്റ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾക്ക് റോയുടെ വാല്യൂ 2 കിട്ടി. അത് സീരീസ് എന്താണ്? അതിനെ ഡൈവേർജന്റ് എന്ന് വിളിച്ചു. അപ്പോൾ ക്വസ്റ്റ്യൻ എഴുതാം. ടെസ്റ്റ് ദി ഒരു എക്സാമ്പിൾ കൂടി നോക്കാം. ടെസ്റ്റ് ദി കൺവേർജൻസ് ഓഫ് ദി സീരീസ് ln k പ്ലസ് 1 ഹോൾ റേസ് ടു കെ. അപ്പോൾ നമ്മൾ നേരത്തെ പോലെ എടുക്കുകയാണ്. റോ ഈക്വൽ ടു ലിമിറ്റ് കെ ടെൻസ് ടു ഇൻഫിനിറ്റി യു കെ ഹോൾ റേസ് ടു 1/k. അപ്പോൾ എപ്പോഴാണ് റൂട്ട് ടെസ്റ്റ് മനസ്സിലായല്ലോ? ഹോൾ റേസ് ടു കെ വരുമ്പോൾ. അപ്പോൾ എടുത്തെഴുതാണ് റോ ഈക്വൽ ടു ലിമിറ്റ് കെ ടെൻസ് ടു ഇൻഫിനിറ്റി ln k പ്ലസ് 1. എൽ എന്ന് ഉദ്ദേശിച്ച് ലോഗാണ്. ലോഗ് കെ പ്ലസ് 1 റേസ് ടു കെ എന്നാണ് അവർ പറഞ്ഞിരുന്നത്. 1/. 1/ൽ ഇതാണ്. അതിനും റേസ് ടു കെ കൊടുക്കുക, 1/k കൊടുക്കുക. അപ്പോൾ അതിൻ്റെ റേസ് ടു 1/k കൊടുക്കുമ്പോൾ 1/k കെ വെട്ടിപ്പോയേ. ബാക്കിയുടെ എഴുതുന്നുണ്ട് റോ ഈക്വൽ ടു ലിമിറ്റ് കെ ടെൻസ് ടു ഇൻഫിനിറ്റി 1/ln k പ്ലസ് 1 എന്ന് വന്നു. 1/ln k പ്ലസ് 1 എന്ന് വന്നു. ഓക്കെ, ഇൻഫിനിറ്റി താഴെ കൊടുക്കുക. വേറെ ഒന്നും ഞാൻ ചെയ്യാനില്ല. 1/∞. ലോഗ് ഇൻഫിനിറ്റി ആണ്, ഇൻഫിനിറ്റി തന്നെയാണ്. 1/∞ എന്നാണ് വരിക. 1/∞ വാല്യൂ 0 ആണ്. 0 ഈസ് ലെസ് ദാൻ 1. therefore സീരീസ് എന്താണ്? സീരീസ് ഈസ് കൺവേർജന്റ്. മനസ്സിലായോ? അതായത് നമ്മൾ റോ കണ്ടുപിടിച്ചു. റോയുടെ വാല്യൂ 0 ആണ് കിട്ടിയത്. റോ 0 ആണ്. 0 എന്ന് പറയുന്നത് ലെസ് ദാൻ 1 ആണ്. therefore സീരീസ് ഈസ് കൺവേർജന്റ്. ഇതാണ് റൂട്ട് ടെസ്റ്റ്. ഓക്കെ ആണോ? റൂട്ട് ടെസ്റ്റ് എന്താണെന്ന് മനസ്സിലായോ? ഇതാണ് റൂട്ട് ടെസ്റ്റ്. ഇനി നമുക്ക് അടുത്ത സീരീസിലേക്ക് പോവാണ്. ഇതിൻ്റെ എക്സാമ്പിൾ നാളെ ഇനി ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ നമുക്ക് ചെയ്യാം കേട്ടോ. വേറെ ക്വസ്റ്റ്യൻ ഞാൻ നോക്കട്ടെ. ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടോ നോക്കട്ടെ. ക്വസ്റ്റ്യൻ ഉണ്ടോ നോക്കട്ടെ. ഇനി എല്ലാം ഓൾട്ടർനേറ്റീവ് സീരീസിൻ്റെ ക്വസ്റ്റ്യൻസ് എക്സാമിന് ചോദിച്ചേക്കണം.
രണ്ട് സൈഡിലും താഴെയും മുകളിലും റേസ് ടു കെ വരുമ്പോഴേ ഇത് അപ്ലൈ ചെയ്യാറുള്ളൂ കേട്ടോ. കേട്ടല്ലോ, താഴെയും മുകളിലും റേസ് ടു കെ വരണേ എങ്കിൽ ഇത് അപ്ലൈ ചെയ്യാറുള്ളൂ. പറഞ്ഞ മനസ്സിലായോ? ഒരു സൈഡിൽ റേസ് ടു കെ വരുമ്പോൾ അപ്പോൾ നമ്മൾ റേഷ്യോ ടെസ്റ്റാണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഒരു സൈഡിൽ റേസ് ടു കെയും താഴെ റേസ് ടു കെ ഇല്ലെങ്കിൽ ചെയ്യാൻ പറ്റില്ല കേട്ടോ. രണ്ട് സ്ഥലത്തും അതായത് മൊത്തം ടേമിന് റേസ് ടു കെ വരുമ്പോഴാണ് നമ്മൾ എന്ത് അപ്ലൈ ചെയ്യുന്നത്, റേഷ്യോ ഈ ഒരു ടെസ്റ്റ് അപ്ലൈ ചെയ്യുന്നത്. ഏതാ ആയിക്കോട്ടെ, താഴെ മാത്രം, മുകളിൽ ടേം ഇല്ലല്ലോ. ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ക്വസ്റ്റ്യൻ കണ്ടേ, 1 മിനിറ്റ്, ഞാൻ അത് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്. ഒരു ക്വസ്റ്റ്യൻ കണ്ടു, ടെസ്റ്റ് ദി കൺവേർജൻസ് ഓഫ് ദി സീരീസ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കണ്ടു. അപ്പോൾ അതിൽ അത് അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ 1 മിനിറ്റ്, എവിടെ ഇത് കണ്ടു. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടേ, അതായത് k by k raised to k, sorry, k by 2 raised to k. ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടേ. അപ്പം ഇതിൽ താഴെ മാത്രമല്ലേ 2 raised to k ഉള്ളൂ, മുകളിൽ k raised to k ഇല്ലല്ലോ. മനസ്സിലായോ? അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് ഈ റൂട്ട് ടെസ്റ്റ് പറ്റില്ല, അത് റേഷ്യോ ടെസ്റ്റാണ് ചെയ്യേണ്ടത്. പറഞ്ഞാൽ മനസ്സിലായോ? ആ ഒരു ടെസ്റ്റിൽ ക്ലിയർ. ഇതിപ്പോൾ k raised to k by 2 raised to k എന്നാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. അതാണ് ഉദ്ദേശിച്ചത്. ഒരു സൈഡിൽ മാത്രം റേസ് ടു കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ടെസ്റ്റ് പറ്റില്ല. തന്നിരിക്കുന്ന ടേം എന്തൊക്കെയുണ്ടോ ഇവിടെ 1 ആയതുകൊണ്ടാണ്, 1 ആയതുകൊണ്ടാണ് അവിടെ ഒന്നും നമുക്ക് പ്രശ്നമില്ലാതിരുന്നത്. 1ൻ്റെ സ്ഥാനത്ത് 2 ആയാലും കുഴപ്പമില്ല. പക്ഷെ 1ൻ്റെ സ്ഥാനത്ത് ഒരു കെയുടെ ടേം വരികയാണെങ്കിൽ, ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വന്നിരുന്നെങ്കിൽ, ശ്രദ്ധിക്കണേ, തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ നമുക്ക് ഇങ്ങനെ k+1 by ln k+1 whole raised to k, ഇങ്ങനെയാണെങ്കിൽ നമുക്കിത് അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. ക്ലിയർ ആയോ? ഓക്കെ, അപ്പോൾ അടുത്ത സീരീസ് ആണ് ഓൾട്ടർനേറ്റിംഗ് സീരീസ്. ഓൾട്ടർനേറ്റിംഗ് സീരീസ് എന്ന് പറഞ്ഞാൽ ഒരു സീരീസിൽ നമ്മൾ ഇതുവരെ ചെയ്തതൊക്കെ പ്ലസ് പ്ലസ് എന്നായിരുന്നു. പറഞ്ഞാൽ മനസ്സിലായോ? ഇതുവരെ ചെയ്തതെല്ലാം പോസിറ്റീവ് ടേം സീരീസ് ആയിരുന്നു. ആ പോസിറ്റീവ് ടേം സീരീസിൽ ഓൾട്ടർനേറ്റീവായിട്ട്, ശ്രദ്ധിക്കണേ, ഓൾട്ടർനേറ്റീവായി പ്ലസ് ഓർ മൈനസ് വരികയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഓൾട്ടർനേറ്റീവ് സീരീസ്. ഓക്കെ, അതായത് ഫോർ എക്സാമ്പിൾ ചിലപ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെയായിരിക്കും വരിക, A1 ഫസ്റ്റ് സീരീസ് മൈനസ് A2 പ്ലസ് A3 മൈനസ് A4 പ്ലസ് എക്സെട്ര. ഇത് വരുന്നത് എന്താണ്? ഓൾട്ടർനേറ്റീവ് സീരീസ് എന്നാണ്. മനസ്സിലായോ? ഓൾട്ടർനേറ്റീവ് ആയിട്ട് പ്ലസ് ഓർ മൈനസ് വരികയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഓൾട്ടർനേറ്റിംഗ് സീരീസ്. ആണോ? ഇപ്പോൾ ഓക്കെ ആണോ? ഇപ്പോൾ ഓക്കെ ആണോ? ഈ വൈഫൈ ഫുൾ ടൈമിന് ഓൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ കുഴപ്പമുണ്ടോ? കാരണം ഇന്നലെ മുതൽ ഇതുവരെ ഓഫായിട്ടില്ലേ സാധനം. അപ്പോൾ പിന്നെ കുഴപ്പമില്ല. ഏതാ സീരീസ്, അതായത് ഓൾട്ടർനേറ്റീവ് ആയിട്ട് പ്ലസ് ഓർ മൈനസ് വരുന്ന ഈ സീരീസിനെ വിളിക്കുന്ന പേരാണെന്ത്? ഓൾട്ടർനേറ്റിംഗ് സീരീസ്. ഓക്കെ, സോ ഇതിന് ജനറൽ ആയിട്ട് എഴുതാം സിഗ്മ k = 1 to infinity -1 raised to k+1 into ak എന്നാണ് ഇത് പറയാം. ഓക്കെ, ചിലപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ മൈനസ് ആയിരിക്കും. -a1 പ്ലസ് a2 -a3 പ്ലസ് a4 മൈനസ് എക്സെട്ര. അതിനാണ് സ്റ്റാർട്ടിങ്ങിൽ പറയാം സിഗ്മ k = 1 to infinity -1 raised to k ak. ഇത് രണ്ട് അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് ഫോമാണ്. ഓക്കെ, ഇങ്ങനെ രണ്ട് ടൈപ്പിലും എഴുതുന്ന സീരീസിനെ വിളിക്കുന്ന പേരാണ് ഓൾട്ടർനേറ്റിംഗ് സീരീസ്. ചുരുക്കി പറഞ്ഞ അത്ര മാത്രം ചിന്തിച്ചാൽ മതി. ആ സീരീസിലെ ഓൾട്ടർനേറ്റീവ് ആയിരിക്കും അതിൻ്റെ സൈന്, പ്ലസ് ഓർ മൈനസ്. ഒരു പ്ലസ് കഴിഞ്ഞാൽ പിന്നെ മൈനസ്, പിന്നെ പ്ലസ് മൈനസ് പ്ലസ്, അങ്ങനെ. പക്ഷെ രണ്ടെണ്ണം മൈനസ് ഒന്നും ശരിയല്ല. ഫോർ എക്സാമ്പിൾ -1, അടുത്ത് -2, പിന്നെ +3 -4, ഇങ്ങനെ ഒന്നും ശരിയല്ല. ഇത് രണ്ട് മൈനസ് വന്നിട്ട് പിന്നെ പ്ലസ്.
ഇങ്ങനെ വരാൻ പാടില്ല. 1 - 2 + 3 - 4 + 5 - 6 എക്സെട്ര അങ്ങനെ തന്നെ വരണം. അതായത് ഓൾട്ടർനേറ്റീവ് ആയിട്ട് പ്ലസ് ഓർ മൈനസ് മാറി മാറി വരണം. അങ്ങനെയുള്ള സീരീസിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഓൾട്ടർനേറ്റിംഗ് സീരീസ്. ഓക്കെ ആണോ? ആ ഓൾട്ടർനേറ്റിംഗ് സീരീസ് കൺവേർജൻ്റ് ആണോ ഡൈവേർജൻ്റ് ആണോ എന്ന് ടെസ്റ്റ് ചെയ്യുന്ന ഒരു ടെസ്റ്റ് ഉണ്ട്. അതിനെ വിളിക്കുന്ന പേര് ലെബിനിറ്റ്സ് ടെസ്റ്റ് എന്നാണ്. എന്താണ് ഇവിടെ പേരുണ്ടോ? ഓക്കെ, ആ ടെസ്റ്റിനെ വിളിക്കുന്ന പേരെന്താണ്? ലെബിനിറ്റ്സ് ടെസ്റ്റ് എന്നാണ്. തൽക്കാലം ഹെഡിങ് എഴുതാം. ഓൾട്ടർനേറ്റീവ് സീരീസ് ടെസ്റ്റ് ചെയ്യുന്ന ഇത് എഴുതിയില്ലേ? ഇതിൻ്റെ ടെസ്റ്റ് ഇതാണ്. ഓൾട്ടർനേറ്റീവ് സീരീസിൻ്റെ ടെസ്റ്റിനെ വിളിക്കുന്ന പേര് ലെബിനിറ്റ്സ് ടെസ്റ്റ് എന്നാണ്. ഹെഡിങ് എഴുതാം. LEBNITZ ലെബിനിറ്റ്സ് ടെസ്റ്റ്. ലെബിനിറ്റ്സ് ടെസ്റ്റ് ഫോർ ഓൾട്ടർനേറ്റീവ് സീരീസ് ആണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ടെസ്റ്റാണ്. ഇതുവരെ പഠിച്ച മോഡലല്ല, അതിനേക്കാളും സിമ്പിളാണ്. ഒന്നുമില്ല, നമ്മൾ ഓൾട്ടർനേറ്റീവ് സീരീസ് നേരത്തെ K1 K2 A1 A2 എന്ന് പറഞ്ഞില്ല. അതുപോലെ നമ്മൾ ജനറലായിട്ട് UK ആണ് പറയുമെങ്കിലോ സിഗ്മ -1/k+1 UK അല്ലേ? അങ്ങനെയല്ലേ പറയും നമ്മൾ. അങ്ങനെയാണെങ്കിൽ എന്താ വരും? ആദ്യത്തത് U1 - U2 + U3 - U4 + എക്സെട്ര ഇങ്ങനെയായിരിക്കും വരും അല്ലേ? നമ്മൾ ഈ ഓരോ U1 U2 U3 നോക്കുക. ആ U1 ആണ് ഏറ്റവും വലിയ എലമെന്റ്. ടെസ്റ്റിന് വിളിക്കുന്ന പേരാണ്. രണ്ട് കണ്ടീഷനാണ് ടെസ്റ്റിനുള്ളത്. ലെബിനിറ്റ്സ് ടെസ്റ്റിനുള്ള രണ്ട് കണ്ടീഷനാണ്. അതായത് താഴെ എന്താ? ആൻ ഓൾട്ടർനേറ്റീവ് സീരീസ്, താഴെ ഏതാണ് ഡെഫിനിഷൻ ഏതാണ്? ആൻ ഓൾട്ടർനേറ്റീവ് സീരീസ് ഇതൊന്ന് എടുത്ത് എഴുതാം. സിഗ്മ -1/k+1 UK. ആൻ ഓൾട്ടർനേറ്റീവ് സീരീസ് സിഗ്മ -1/k+1 UK = ഇതെടുത്ത് എഴുതാം. ഈസ് കൺവേർജന്റ്. ഇത് കൺവേർജന്റ് ആകുന്നത് മാത്രമേ പറയുള്ളൂ. ഡൈവേർജന്റ് ആണോ എന്ന് ഇവിടെ ടെസ്റ്റ് ചെയ്യുന്നില്ല. കൺവേർജന്റ് ആകാനുള്ള കണ്ടീഷൻ മാത്രമേ പറയുന്നത്. an alternating series സിഗ്മ -1/k+1 UK അതായത് U1 - U2 + U3 - U4 എക്സെട്ര ഈസ് കൺവേർജസ് ആകാനുള്ള രണ്ട് കണ്ടീഷനാണ് പറയുന്നത്. ഒന്നാമത്തെ കണ്ടീഷൻ, ഈ രണ്ട് കണ്ടീഷനും ശരിയാണെങ്കിൽ അത് കൺവേർജന്റ് ആണ്. കണ്ടീഷൻ ഇതാണ്. ഈ നെഗറ്റീവ് നമ്പർ നോക്കണ്ട, നമ്മൾ നെഗറ്റീവ് നമ്പർ നോക്കണ്ട, അല്ലാതെ നമ്പർ മാത്രം നോക്കാം. നെഗറ്റീവ് സൈൻ നോക്കാണ്ട് U1 U2 U3 ആ നമ്പറുകൾ കുറഞ്ഞു വരണം. അതായത് ഏറ്റവും വലുതായിരിക്കണം U1 ആയിരിക്കണം, അതിനേക്കാളും ചെറുതായിരിക്കണം U2, അതിനേക്കാളും ചെറുത് U4, അങ്ങനെ ആയിരിക്കണം എന്നാണ് പറയുന്നത്. ഒന്നാമത്തെ കണ്ടീഷൻ ഇതാണ്. U1 greater than U2 greater than U3 greater than U4 greater than etc. ഒന്നാമത്തെ കണ്ടീഷൻ എന്താണ്? ആദ്യത്തെ ഇത് ഏറ്റവും വലിയ ആള്, ഇതാണ് വലിയ ആള്, അതിനേക്കാൾ ചെറുത് അങ്ങനെ പോണം. രണ്ടാമത്തെ കണ്ടീഷൻ പറയുന്നതാണ് കൺവേർജന്റ് ആകാനുള്ള. ഇത് രണ്ടും ശരിയാണെങ്കിലാണ് അത് കൺവേർജന്റ് ആകുള്ളൂ. രണ്ടാമത്തെ കണ്ടീഷൻ ഇതാണ്. ലിമിറ്റ് k tends to infinity യുടെ ലിമിറ്റ് കണ്ടുപിടിക്കുമ്പോൾ അതിൻ്റെ വാല്യൂ 0 കിട്ടണം. അങ്ങനെ ഈ രണ്ട് കണ്ടീഷനും ശരിയാണെങ്കിൽ നമുക്ക് അതിനെന്ത് വിളിക്കാം? അതിനെ കൺവേർജന്റ് ആണ് വിളിക്കാം. ഓക്കെ, ഈ രണ്ട് കണ്ടീഷനും ശരിയാണെങ്കിൽ അതിനെ കൺവേർജന്റ് സീരീസ് എന്ന് വിളിക്കാം. ലിമിറ്റ് k tends to infinity UK ലിമിറ്റ് k tends to infinity UK. ഓക്കെ, ഇത് കൺവേർജന്റ് അല്ലെങ്കിൽ അതിനെ ഡൈവേർജന്റ് എന്നല്ല പറയുന്നത്. കൺവേർജന്റ് അല്ലെങ്കിൽ ആ സംഖ്യയുടെ പ്രശ്നമാണോ? കാണുന്നില്ല? ഓക്കെ, ശ്രദ്ധിക്കുക, എന്താ റേഞ്ച് പ്രശ്നം തോന്നണം.
അപ്പോൾ കൺവേർജൻ്റ് അല്ലെങ്കിൽ ഈ സീരീസിനെ വിളിക്കുന്ന പേര് ഓസിലേറ്ററി എന്നാണ്. കൺവേർജൻ്റ് അല്ലെങ്കിൽ എന്തിനു വിളിക്കും? ഓസിലേറ്ററി എന്ന് വിളിക്കും കേട്ടോ. ഇത് സീരീസ് ഓസിലേറ്ററി ആണെന്ന് പറയുന്നു. കൺവേർജൻ്റ് അല്ലെങ്കിൽ അതിനെ ഓസിലേറ്ററി എന്ന് വിളിക്കുന്നു കേട്ടോ. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ എഴുതാണ്. ടെസ്റ്റ് ദി കൺവേർജൻസ് ഓഫ് ദി സീരീസ്. Test the convergence of the series. Hello. അടിപൊളി. എന്ത് വെച്ചാൽ അതിൻ്റെ കാല് ഞാനിവിടെ ഈ ലൈന് കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നേ ചാർജറിന്, അറിയാണ്ട് എൻ്റെ മുണ്ട അതിൽ കുളത്തിപ്പിടിച്ച് വലിച്ചു. എന്താണ് ഹുവായുടെ P20 ലൈറ്റ് അടിപൊളി സാധനം ഉണ്ട്. ഒരു പോറൽ ഒരു വീണില്ല, കറക്റ്റ് ഇട്ട് മാർബിളിലാണ് വീണത്. എന്നിട്ട് ഒന്നും പറ്റിയില്ല. കുഴപ്പമൊന്നുമില്ല വിചാരിക്കുന്നു. ഓൾറെഡി 2 വര പൊട്ടിയിട്ടുണ്ടായിരുന്നു. ആ വര തന്നെ ഉള്ളൂ, പുതിയ പ്രത്യേകിച്ചൊരു വരയും കാണുന്നില്ല. അല്ലെങ്കിൽ വീണ്ടും ഫോണ് മാറ്റേണ്ടി വന്നിരുന്നു തന്നെ. ഓക്കെ, ഞാൻ സ്റ്റാൻഡ് ബുക്ക് ചെയ്ത ഒരു ഇതിപ്പോൾ പഴയ സ്റ്റാൻഡാണ് വെക്കുന്നത്. അത് സുഖമല്ല, തൊട്ട് കഴിഞ്ഞാൽ വീഴാന്നേ. ഓക്കേടാ. ഹലോ, പഴയൊരു സ്റ്റാൻഡായിരിക്കുന്നത്. ഇതേ ഈ ക്യാമറ വെക്കുന്നുണ്ടല്ലോ, ക്ലിപ്പ്, ട്രൈപോഡിലേ ആ ക്ലിപ്പ് സുഖമല്ല, അതിന് ഗ്രിപ്പില്ല. എപ്പോഴാണെങ്കിൽ എൻ്റെ ഫോൺ അത്ര ഗ്രിപ്പില്ലാത്ത ടൈപ്പാണ്. മറ്റേ ആദ്യത്തെ P20 ലൈറ്റില്ല, ആ സാധനം അതിൽ ഇരിക്കുന്നില്ല. ഓക്കെ, കുഴപ്പമില്ല. ഫോണൊന്ന് വീണതാ. യൂട്യൂബിൽ റെക്കോർഡ് ആയിക്കൊണ്ട് നമ്മുടെ വീഡിയോ റെക്കോർഡ് ആയിക്കൊണ്ടിരിക്കും. യെസ്, അപ്പോൾ നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. ഇനിയിപ്പോൾ അത് കട്ട് ചെയ്തിട്ട് എഡിറ്റ് ചെയ്യാനൊന്നും വയ്യ. ഏതൊക്കെ കേട്ടില്ല? ഓൾട്ടർനേറ്റീവ് സീരീസ് അല്ലെങ്കിൽ അതിനെ കണ്ടിന്യൂസ്, അതിനെ ഓസിലേറ്റർ എന്ന് വിളിക്കുന്നു. എന്താണെന്നാ അത് ഒന്നുമില്ല. തുടക്കത്തില് ഇപ്പൊ സിഗ്മ -1 എന്നാണ് ജനറൽ ആയിട്ട് പറയണമെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ -1 വരും. എങ്ങനെ 1 കൊടുക്കുമ്പോൾ -1 വരില്ലേ? അത്രേ പറഞ്ഞുള്ളൂ, അത്രേ ഉള്ളൂ കേട്ടോ. അതിന് കൊടുക്കുന്ന സിമ്പിൾ രണ്ടും കൊടുക്കുന്നതാണ് പറഞ്ഞത്. അപ്പൊ സ്റ്റാർട്ടിങ്ങിൽ മൈനസ് ആവും, രണ്ടാമത് പ്ലസ്, അങ്ങനെ വരും കേട്ടോ. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. അതായത് ക്വസ്റ്റ്യൻ എഴുതാം. ടെസ്റ്റ് ദി കൺവേർജൻസ് ഓഫ് ദി സീരീസ്. ടെസ്റ്റ് ദി കൺവേർജൻസ് ഓഫ് ദി സീരീസ് സിഗ്മ k = 1 to infinity -1 raised to k plus 1 -1 raised to k plus 1 1/k. Test the convergence of the series -1 raised to k plus 1 1/k. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ടെസ്റ്റ് ദി കൺവേർജൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് വളരെ സിമ്പിളാണ്. ഇതിന് ആദ്യം സീരീസ് എക്സ്പാൻഡ് ചെയ്യുകയാണെങ്കിൽ നല്ലത്. എന്നിന് 1 കൊടുക്കുക. 1 കൊടുക്കുമ്പോൾ -1² എന്നല്ലേ വരിക? -1² എന്ന് പറഞ്ഞാൽ പ്ലസ് അല്ലേ? അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിൽ പ്ലസ് ആണ് വരിക. അപ്പോൾ 1/, കേട്ടില്ല? ക്ലാരിറ്റി പോയി ആണോ? ഇപ്പോഴോ? ഓക്കെ ആണോ? അപ്പോൾ എന്നിന് 1 2 3 4 വെച്ച് കൊടുക്കുക. ഇതിനെന്ത് ചെയ്യുന്നു നമ്മൾ? എന്നിന് 1 2 3 കൊടുക്കുകയാണ്. അപ്പോൾ എന്നിന് 1 കൊടുക്കുമ്പോൾ -1 raised to എന്നിന് 1 കൊടുക്കുകയാണ് ഞാൻ. അപ്പോൾ എന്താ വരിക? -1 raised to 1 plus 1 into 1/1 plus
minus 1 raised to 2 plus 1 into 1 by 2 plus minus 1 raised to 3 plus 1 into 1 by 3 plus minus 1 raised to 4 plus 1 into 1 by 4 plus etc. അങ്ങനെ കൊടുക്കുന്നു അല്ലേ. അപ്പോൾ എന്നിന് മൈനസ് 1 റേസ് ടു 1 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ മൈനസ് 1ൻ്റെ സ്ക്വയർ അല്ലേ. അപ്പോൾ അത് പ്ലസ് ആണ് 1 by 1. മൈനസ് 1ൻ്റെ ക്യൂബ് വരുമ്പോൾ അവിടെ മൈനസ് വരും 1 by 2. മൈനസ് 1ൻ്റെ റേസ് ടു 4 വരുമ്പോൾ പ്ലസ് വരും 1 by 3. പിന്നെ മൈനസ് വരും 1 by 4 പ്ലസ് എക്സെട്ര. അപ്പോൾ ഇതൊരു ഓൾട്ടർനേറ്റീവ് സീരീസ് അല്ലേ. കണ്ടോ, അതിൻ്റെ ജനറൽ ഫോമാണ് ഇങ്ങനെ. മനസ്സിലായോ? ഓൾട്ടർനേറ്റീവ് സീരീസിൻ്റെ ജനറൽ ഫോമാണ് ഇത്. അതിന് ജനറൽ ഫോമാണ്. അപ്പോൾ അതിൽ ഇങ്ങനെ ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, ഞാൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് തന്നതാണ്. ഇതിങ്ങനെ കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, ഞാനൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഇതിൽ ഓരോ ടേം എടുക്കണം. അപ്പോൾ ഒന്നാമത്തെ കണ്ടീഷൻ ഇങ്ങനെ നോക്കിയാൽ മതി. u1 ഈക്വൽ ടു ഇതിൽ 1 കൊടുത്താൽ മതി. ജനറൽ ആയിട്ട് UK എന്ന് പറഞ്ഞാൽ എന്താ, UK എന്ന് പറഞ്ഞാൽ 1 by k ആണ് അല്ലേ. ശരിയല്ലേ? ഇതിങ്ങനെ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. UK എന്ന് പറഞ്ഞാൽ 1 by k. ഈ ടേമാണ് UK. അപ്പോൾ u1 എന്ന് പറഞ്ഞാൽ എന്താ, 1 by 1 ഈക്വൽ ടു 1. u2 എന്ന് പറഞ്ഞാൽ 1 by 2. u3 എന്ന് പറഞ്ഞാൽ 1 by 3. വേണമെങ്കിൽ പോയിന്റ് ആയിട്ട് കണ്ടുപിടിച്ചോളൂ. u4 എന്ന് പറഞ്ഞാൽ 1 by 4. ഇപ്പോൾ നോക്കിയാൽ ഇതാണ് വലുത്, ഇതിനേക്കാൾ ചെറുത് ഇതാണ് 0.5, ഇതിനേക്കാൾ ചെറുത് ഇതാ 0.3. അങ്ങനെ ചെറുതായി പോവാണ്. അതായത് u1 ഗ്രേറ്റർ ദാൻ u2 ഗ്രേറ്റർ ദാൻ u3 ഗ്രേറ്റർ ദാൻ എക്സെട്ര. അപ്പോൾ ഒന്നാമത്തെ കണ്ടീഷൻ, ഫസ്റ്റ് കണ്ടീഷൻ കറക്റ്റ് ആണ്. ഫസ്റ്റ് കണ്ടീഷൻ ട്രൂ. ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈഡ്. അപ്പോൾ കൺവേർജൻ്റ് ആകാനുള്ള ഒന്നാമത്തെ കണ്ടീഷൻ ശരിയാണ്. രണ്ടാമത്തെ കണ്ടീഷൻ സിമ്പിൾ ആണ്. എന്ത് ചെയ്താൽ മതി, ലിമിറ്റ് k ടെൻ ടു ഇൻഫിനിറ്റി uk ഈക്വൽ ടു ലിമിറ്റ് k ടെൻസ് ടു ഇൻഫിനിറ്റി 1 by k ഈക്വൽ ടു 1 by ഇൻഫിനിറ്റി ഈക്വൽ ടു 0. അപ്പോൾ സെക്കൻഡ് കണ്ടീഷൻ ഓൾസോ സാറ്റിസ്ഫൈഡ്. സെക്കൻഡ്